പറയാ, വസീകര പാട്ട് പാടി എല്ലാവരെയും ഞെട്ടിച്ചു. ഈവൻ ലാലേട്ടൻ വരെ പറഞ്ഞു ആ ഒരു പാട്ടിനെ പറ്റിയിട്ട്. എന്താ പറയാനുള്ളത്? திருடன் போல் பதுங்கியே திடி என்று பெண்ணாயிருந்த என்னை நீ அடைப்பாயே அது கவிதை. ഫിനാലെ വേദിയിൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരമില്ലായിരുന്നു, ഒരു ഡാൻസ് ചെയ്യാൻ. ഞാൻ ഇത് ഡാൻസ് ചെയ്യും, പാട്ട് പാടുന്നൊരു കണ്ടസ്റ്റന്റുമാണ്, ഞാൻ ഒരു ആർട്ടിസ്റ്റുമാണ്. സോ എനിക്കത് എന്താ അറിയില്ല, എന്തായാലും ഇല്ലായിരുന്നു. കുറച്ച് പേർക്കാണ് അവർ ഫിനാലെ വേദിയിൽ ഡാൻസും പാട്ടും ഒക്കെ ചെയ്യിപ്പിച്ചത്. നമ്മളത് കുറ്റപ്പെടുത്തിയതോ കുറ്റം പറഞ്ഞതോ ഒന്നുമല്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. നമുക്കതിന് അവസരം കിട്ടിയില്ല, നിർഭാഗ്യവശം. പക്ഷേ എങ്കിൽ പോലും ലാലേട്ടന്റെ മുന്നിൽ ലാലേട്ടൻ പറഞ്ഞില്ല വസീകര എന്ന് വെച്ച് ഞാൻ പാടിക്കോട്ടെ, പാടട്ടെ ലാലേട്ടൻ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു ഉള്ളിലൊരു പ്രേരണ സുധിച്ചേട്ടൻ തന്നെ. അതെനിക്ക് എവിടെയും പറയാം. കാരണം ഇത് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് മാത്രം പറഞ്ഞൊരു സത്യമാണ്. സുധിച്ചേട്ടൻ ഉണ്ട് എൻ്റെ കൂടെ, അല്ലെങ്കിൽ അത് അത്രയും ഹിറ്റാകത്തുമില്ല, കത്തത്തുമില്ല. ഞാൻ അവിടെ ചെന്ന് മിണ്ടാതെ ഇറങ്ങി മിണ്ടാതെങ്കിൽ പോന്നേ. ഫിനാലേക്ക് എനിക്ക് അങ്ങനെയെങ്കിലും സാധിച്ചില്ല. ആ സ്റ്റേജിൽ കയറി പാടാൻ പറ്റിയില്ലെങ്കിലും കുറേ നേരമായിട്ട് മനസ്സിലിങ്ങനെ പാട് ഇതാകൂന്ന് പറഞ്ഞു. സരിക ചേച്ചി ഓടി വന്ന് ബാക്കി പാടി. പക്ഷെ എൻ്റെ ഒരു ഹൈപ്പിച്ച് കൊണ്ട് ചേച്ചി ദൈവമേ ഇവളെന്തോ പാടുന്നതായി പോയി. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ എല്ലാവരും ചോദിച്ചത് ഇതെങ്ങനെ പഠിച്ചെന്നാ. ഞാനിത് ബഹറിനും ദുബായിൽ ഇത് തന്നെ 15 ദിവസം പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വായിൽ ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, നമ്മൾ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും വന്നില്ല. കുഞ്ഞിനെ അങ്ങാണ്ട് എന്തോ സരിഗമ പതിനിസ എന്തോ ഒരു ദിവസം കണ്ട് പഠിച്ച് തിരിച്ചു വന്ന ആളാണ്. എല്ലാം ഒന്നും കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, ലൈഫിലെ ഒന്നും കംപ്ലീറ്റ് ആക്കില്ല. ലാസ്റ്റ് ബിഗ് ബോസ് വന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പം ഫുള്ള് കംപ്ലീറ്റ് ആക്കുന്ന ആളല്ല, പഠനം പോലും കംപ്ലീറ്റ് അല്ല. +2 കഴിഞ്ഞ് പിന്നെ എല്ലാം കംപ്ലീറ്റ് അല്ല, എല്ലാം കംപ്ലീറ്റ് ആണെന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. എന്നെ സംബന്ധിച്ച് ഒന്നും കംപ്ലീറ്റ് അല്ല. ലൈഫിലെല്ലാം മുറിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് ബിഗ് ബോസ്. പക്ഷെ ബിഗ് ബോസിന് ശേഷം എന്തായാലും ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. ഹാപ്പിയായിട്ട് எங்குயிரேன் உன்னினவால் நானே நான்.